ഹലോ, രാത്രി 7 മണിയൊക്കെ ആയപ്പോഴാണ് ഓർത്തത് മോൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ അവന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റും ഡ്രസ്സൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും ഞാനത് നിർബന്ധിച്ചിട്ട് അപ്പോൾ പോകാമെന്ന് കരുതി ഞങ്ങളത് പോവാണ്. ഞാനും മോനും മോളും കൂടെ പോവാണ്. അപ്പോൾ ഫസ്റ്റ് പോയിട്ട് അവന് ഹെയർ കട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇറങ്ങി നേരെ വന്ന് ഞങ്ങൾ ചോക്ലേറ്റ് വാങ്ങിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അത് നോക്കുകയാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങാനുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ചോക്ലേറ്റ് വാങ്ങിക്കണം അവന്. പിന്നെ ഡ്രസ്സ് എടുക്കാനുണ്ട്. അത് നമുക്ക് സ്റ്റുഡിയോയിൽ എടുക്കാമെന്ന് കരുതി. ചോക്ലേറ്റ് ഒക്കെ വാങ്ങിയിട്ട് ഇറങ്ങി ഞങ്ങൾ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് വരികയാണ്. കുറച്ചിങ്ങോട്ട് നടന്നു വരാനുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് പിന്നെ നേരെ വന്നത് സുഡിയോയിലാണ് കേട്ടോ. സുഡിയോയിൽ നിന്ന് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട്. അവന് ഡ്രസ്സ് വേണ്ടാന്ന് ഫസ്റ്റ് കുറേ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു ഷർട്ട് വാങ്ങാമെന്ന് കരുതി, അല്ലെങ്കിൽ ഒരു ടീഷർട്ടോ എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതി വന്നു. വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല ഒരുപാട് കളക്ഷനുണ്ട് കേട്ടോ. അവനിപ്പോൾ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പുതിയ പുതിയ ഷർട്ടുകളെ കൊണ്ട് നമ്മൾ ചെല്ലുമ്പം തന്നെ അവനെ പോലുള്ള ആ ഒരു ഏജിലുള്ള കുട്ടികളാണ് ഒരുപാട് അതിനകത്തുണ്ടായിരുന്നത്. 8:30 മണി 9 മണിയൊക്കെ ആയിട്ടുണ്ട് ഏകദേശം കേട്ടോ. 9 മണിയാകുമ്പോൾ അവർ ക്ലോസ് എന്നുള്ള ആ ഒരു ബോർഡ് തൂക്കും. അപ്പം ഞങ്ങൾ എന്തായാലും അതിന് മുന്നേ ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കി നോക്കി പോകുമ്പോൾ അവന് കുറേ മാത്രം ഇഷ്ടപ്പെട്ടു. എല്ലാം ഇങ്ങനെ എൻ്റെ കയ്യിൽ എടുത്ത് തരുന്നുണ്ടായിരുന്നു. എനിക്ക് നോക്കുമ്പോൾ കുറേയൊക്കെ ഇഷ്ടപ്പെട്ടു. ഫുൾ സ്ലീവ് എടുക്കുമ്പോൾ അത് നന്നായിട്ടുണ്ട്. പിന്നെ കോളറുള്ള ടീഷർട്ട് എടുക്കുമ്പോൾ അത് കുറച്ചുകൂടി നന്നായിട്ടുണ്ട്. അങ്ങനെ അവസാനം ഇത് 3 സെലക്ട് ചെയ്ത് കേട്ടോ. ഇതെന്തായാലും ഇത് 3 വേണമെന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്തതാണ്. ഷർട്ട് രണ്ടും ഒരേ കളർ. അങ്ങനെ അവന് ഒരെണ്ണം എടുത്താൽ മതി എന്ന് പിന്നെ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു ഷർട്ടും എടുത്തു, ആ ഒരു പാൻറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അതൊക്കെ കൊടുത്തിറങ്ങാൻ നിൽക്കുമ്പോൾ മോള് അവളുടെ വകയായിട്ട് കുറച്ച് ക്യൂടെക്സും അതുപോലെ ആ ഒരു ക്യൂടെക്സ് റിമൂവറിലെ അതൊക്കെ വാങ്ങി വെച്ചിട്ട് അവൾ നിൽക്കുന്നുണ്ടായിരുന്നു. 5 വിരലിൽ 5 കളറൊക്കെ ഇട്ട് അതൊരു ട്രയൽ നടത്തി നോക്കിയതാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതൊന്ന് കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് കാണിച്ചതാണ്. നല്ല ഭംഗിയായിട്ടുണ്ട്. നഖമൊക്കെ ഇങ്ങനെ വളർത്തി വെച്ചിട്ടുള്ളതിന് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബില്ലടയ്ക്കാൻ ചെല്ലുമ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. അങ്ങനെ ഒരു അരമണിക്കൂറോളം കൗണ്ടറിൽ നിന്നിട്ട് അങ്ങനെ ബില്ലൊക്കെ അടിച്ച് ഞങ്ങളത് പോവുകയാണ്. നമുക്കറിയാമല്ലോ മറ്റുള്ള ഷോപ്പ് പോലെയല്ല, ഈ ഒരു സ്റ്റുഡിയോയിൽ വരുമ്പോൾ ഭയങ്കര ഒരു ബില്ലടയ്ക്കാൻ ഭയങ്കര സ്ലോ ആണ് കേട്ടോ. അവരിങ്ങനെ സ്ലോ മോഷനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. അങ്ങനെ എന്തായാലും ഒരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്തതേ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മൂന്നാളും ഒരു 9-9:30 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട്